കാണിച്ച സന്മനസ്സിന് ഈ യോഗത്തിന്റെ പേരിൽ നന്ദി ഞാൻ സ്നേഹപൂർവ്വം അർപ്പിക്കുകയാണ്. തുടർന്ന് ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി നാഷണൽ കോൺഗ്രസിന്റെ MLA അതിനായ ശ്രീ വിൻസെന്റ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനിയും സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ആദ്യമായി തന്നെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും പ്രതിപക്ഷ പാർട്ടികളെയും അവരുടെ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരു അവസരമൊരുക്കിയ കേന്ദ്ര സർക്കാരിന് ഒരു നന്ദി ആദ്യം ഞാൻ പറയാനാണ്. ജനാധിപത്യം ജയിലിൽ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നരേന്ദ്രമോദി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിലെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഈ അടുത്ത ദിവസം റഷ്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ, അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലെ, ജനാധിപത്യത്തെ പോലെ മാറ്റി തീർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും ഇന്ത്യയിലെ ജനങ്ങൾ അത് അനുവദിച്ചു കൊടുക്കുകയില്ല. കാരണം ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ ഷോക്കേസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകളാണ് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും. അതിനെ മോദി വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു കേസ് സൃഷ്ടിക്കുക, ആ കേസിൽ ഒരു സാക്ഷി വരുന്നു, ആ സാക്ഷി കള്ളം പറയാൻ തയ്യാറാകുന്നില്ല, അപ്പോൾ സാക്ഷി പ്രതിയായി മാറുന്നു. പ്രതിയായി മാറിയ സാക്ഷിയോട് വാഗ്ദാനം കൊടുക്കുകയാണ്, നീ അയാളുടെ പേര് പറഞ്ഞാൽ നിന്നെ ഒഴിവാക്കാം. അപ്പൊ ആ പ്രതിയായി മാറിയ സാക്ഷി പിന്നെ മാപ്പുസാക്ഷിയായി മാറുകയാണ്. ആ മാപ്പുസാക്ഷിയിലൂടെ ഒരു മുഖ്യമന്ത്രിയെ, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ്. എത്രമാത്രം നരേന്ദ്രമോദി ഭയപ്പെടുന്നു ഈ ഇന്ത്യ മുന്നണിയെയും അതിന്റെ നേതൃത്വത്തെയും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. 400 സീറ്റിലധികം വാങ്ങും എന്ന് പറയുന്ന ഒരു സർക്കാർ, ഒരു മുന്നണി, ഇവിടെ 10,000-കണക്കിന് കോടി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലും അല്ലാതെയും കൈവശമുള്ള ഒരു പാർട്ടി കോൺഗ്രസിന്റെ 200 കോടിയെ പേടിക്കുന്നുണ്ട് എങ്കിൽ അവർ മണത്തിരിക്കും. നമ്മളെക്കാൾ മുൻപേ പരാജയം മണത്തിരിക്കുന്നത് മോദിയും BJPയുമാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത. അത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തും പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തും ഭീഷണിപ്പെടുത്തി കൂറുമാറ്റിയും ഇവിടെ അധികാരത്തിൽ വരാം എന്നാണ് കരുതുന്നതെങ്കിൽ അതിന് അനുവദിക്കുകയില്ല എന്നുള്ളതിന് ഒരു പ്രഖ്യാപനം കൂടിയിട്ടാണ് ഇവിടെ നടത്തുന്നത്. കേരളത്തിലും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും എന്നതുപോലെ കേരളത്തിലും ആം ആദ്മി പാർട്ടിയെ ഒന്നുകൂടി ഉണർത്താനും ഈ സംഭവം ഉപകരിച്ചു എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ സംഭാവനയാണ് ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും. ആ ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കേജ്രിവാളിനെതിരായിട്ടുള്ള അറസ്റ്റിൽ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിൽ, രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഏർപ്പെട്ടതും ഞങ്ങളെല്ലാം ഇവിടെ പങ്കെടുത്തതും. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. Thank you, sir.